24-25 വാക്യങ്ങൾ. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. അനന്തരം നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ആ കുഞ്ഞ് ജനിക്കുന്നത്. സ്തോത്രം. അവർ രണ്ടുപേരും വളരെ സ്നേഹത്തിലും ഐക്യതയിലും നിന്ന് ആ കുഞ്ഞുണ്ടാകുക. സ്തോത്രം. ആ കുഞ്ഞിന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അനുഗ്രഹിക്കത്തക്കവണ്ണം അവനെ നാസീറായിട്ട് അവർ വളർത്തി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇനി സ്തോത്രം, ബാറ്റൺ അവൻ്റെ കയ്യിലാണ്. അപ്പനും അമ്മയും ചെയ്യാനുള്ളത് ചെയ്തു. സ്തോത്രം. അവരുടെ കൂടെ നിന്ന കാലത്തോളം ആ കുഞ്ഞിനെ വളർത്തേണ്ടതുപോലെ വളർത്തി. സ്തോത്രം. ഇവിടെ സോരയ്ക്കും എസ്തായോലിനും മധ്യയുള്ള മഹനെ ദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. എന്നാലോചിച്ച് നോക്കി, ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. സ്തോത്രം. ഫിലിസ്ത്യരെ ജയിക്കാൻ മറ്റൊന്നുകൊണ്ടുമല്ല, ദൈവാത്മാവിനാൽ. സ്തോത്രം. ഹല്ലേലൂയ. 3 പ്രാവശ്യം ഈ 4 അധ്യായങ്ങളാകെയുള്ളത് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. സ്തോത്രം. കയ്യിലൊന്നുമില്ലാതിരിക്കെ ഒരു സിംഹത്തെ അവൻ കീറിക്കളഞ്ഞു. ഒന്നാലോചിച്ച് നോക്കി. സ്തോത്രം. ഹല്ലേലൂയ. വേറെ വല്ല ശക്തിയാണോ ഇത്? ഒരു ശക്തിയുമല്ല. സ്തോത്രം. ശിംശോൻ വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അവൻ്റെ മേൽ വന്ന പരിശുദ്ധാത്മാവ്, അവൻ്റെ അകത്ത് അവനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ആ ആത്മാവിൻ്റെ ശക്തി സിംഹത്തിൻ്റെ ശക്തിയേക്കാൾ വലുതാണ്. സ്തോത്രം. സിംഹത്തിന് ശിംശോനേക്കാൾ ശക്തിയുണ്ട്. പക്ഷെ ശിംശോന്റെ അകത്തുള്ള ശക്തി സിംഹത്തെക്കാൾ വലിയ ശക്തിയാ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വലിയ ശക്തിയാ.